നാടും നഗരവും വിഷു ആഘോഷത്തിൽ. പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്നകളുടെ പുതുവസന്തം സമ്മാനിച്ചുകൊണ്ട് ഒരു വിഷുപ്പുലരി കൂടി വന്നെത്തിയിരിക്കുന്നു. കാർഷിക സംസ്കാരത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുമായി എത്തുന്ന വിഷു നല്ല നാളെയെക്കുറിച്ചുള്ള സുവർണ പ്രതീക്ഷകളും സമ്മാനിക്കുന്നു. മലയാള മാസം മേടം 1 വിഷുവായി ആഘോഷിക്കുന്നത്. പണ്ടുകാലത്ത് നിലനിന്നിരുന്ന കാർഷിക കലണ്ടർ പ്രകാരം മേടം 1 വർഷാരംഭമായി കണക്കാക്കിയിരുന്നത്. അതിനാൽ ആണ്ടുപിറപ്പ് എന്നും വിഷു അറിയപ്പെടുന്നുണ്ട്. തമിഴ്നാട്ടിലും വിഷുദിനമാണ് നവവത്സരമായി കൊണ്ടാടുന്നത്. വിഷുവുമായി ബന്ധപ്പെട്ട നിരവധി ആചാരങ്ങൾ നമുക്കുണ്ട്. വിഷുക്കണിയാണ് ആചാരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്. വിഷുക്കണിയെ ആശ്രയിച്ചാണ് ഒരു വർഷത്തെ ഫലം എന്ന വിശ്വാസവും വിഷുവിനെ സംബന്ധിച്ചുണ്ട്. വിഷു കൈനീട്ടം, വിഷു സദ്യ, വിഷുക്കളി, വിഷുഫലം തുടങ്ങിയ വിഷുവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിരവധിയാണ്. കണിയൊരുക്കലാണ് വിഷുവുമായി ബന്ധപ്പെട്ട ഓർമ്മകളിൽ പ്രധാന ചടങ്ങുകളിൽ ഒന്ന്. വിളവെടുപ്പ് ഉത്സവം എന്നു പേരുള്ളതുകൊണ്ട് തന്നെ കാർഷിക വിളകൾക്കാണ് കണിയിൽ പ്രാധാന്യം. കത്തിച്ചുവെച്ച നിലവിളക്കിന് മുന്നിൽ ഓട്ടുരുളിയിൽ കൊന്നപ്പൂവ്, വെള്ളരിക്ക, ചക്ക, മാങ്ങ, മറ്റ് ഫലവർഗ്ഗങ്ങൾ, നാളികേരം, അഷ്ടമംഗല്യം, അരി, കോടിമുണ്ട്, സ്വർണം, പണം എന്നിവയെല്ലാം ഒരുക്കി വയ്ക്കുന്നു. വിഷുവിൻ്റെ ഭാഗമായി വ്യാപാര സ്ഥാപനങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. പടക്ക വിൽപ്പന നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ നീണ്ട വരികൾ തന്നെ കാണാമായിരുന്നു.